Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. ഹേ ഹാക്കേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് ആണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ വിർച്വൽ മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നേരെ ഓരോരോ കമാൻഡ്സ് ആയിട്ട് പഠിച്ചു വരാം. നമ്മളൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ് ആയിരിക്കും നോക്കുക. ഫണ്ടമെന്റലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം ഈ കമാൻഡ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് ഇതുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ബേസിക് കമാൻഡ്സ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പല പല കമാൻഡ്സ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്ന ടൈമിലായാലും ഒരു സെർവർ കോൺഫിഗർ ചെയ്യുന്ന ടൈമിലായാലും കമാൻഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണ് കമാൻഡ്സ് ആൻഡ് നമുക്കത് എങ്ങനെ ലേൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഞാൻ അതിന്റെ വീഡിയോ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് പോയി കാണുക. ദെൻ അത് വെച്ച് വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ അവിടെ നിന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സുകൾ മാത്രമായിരിക്കും. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ ടൂൾസ് പറയുന്ന ടൈമിൽ നമുക്ക് അതിന് വേണ്ട കമാൻഡ്സുകളും കാര്യങ്ങളും നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റിലെ തന്നെ നമുക്കൊരു കമാൻഡ് ഷെൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ ഷെൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കമാൻഡ്സ് ആയിട്ട് പഠിച്ചു വരാം. സോ ഫസ്റ്റിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കമാൻഡ് എന്ന് പറയുന്നത് LS ആണ്. LS മീൻസ് ലിസ്റ്റ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ ഇവിടെ ഓപ്പൺ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോർമലി എത്തുക കാളി എന്ന് പറയുന്ന ഒരു ഫോൾഡർ, അതായത് നിങ്ങളുടെ യൂസറിന്റെ ഫോൾഡറിലായിരിക്കും വരിക. സോ ഇതിൻ്റെ അകത്തുള്ള ഫയൽസ് ഒക്കെയാണ് ഏതൊക്കെ ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ പല പല ഫയൽസ് ഉണ്ട്. സോ ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ ഒരു ഷെല്ലിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടെർമിനലിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LS എന്ന് പറയുന്ന കമാൻഡ്, ലിസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോരോ ഫോൾഡേഴ്സും ഫയൽസും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LS എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാറ്. ഈ LSന്റെ അകത്ത് നമുക്കൊരു അഡീഷണൽ ടാഗ് കൂടി ആഡ് ചെയ്യാം, LA. ഈ ടാഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കുറെ പെർമിഷൻസ് ആണ് ഈ പറയുന്നത്. ഈ ഓരോ പെർമിഷൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ജൂൺ 1 എത്ര ടൈമിലാണ് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഇത് ജൂൺ 5 ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഇതിന്റെ സൈസ് ആണ് ഇവിടെ പറയുന്നത്. ദെൻ യൂസേഴ്സും ഗ്രൂപ്പ്സും ആണ് ഈ പറയുന്നത്. സോ ഇനി നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം, വിച്ച് ഇസ് PWD. പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് ഈ കമാൻഡിന്റെ ഫുൾ ഫോം. PWD നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഫോൾഡറിന്റെ അകത്ത് നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സെർവറിലേക്കാണ് നമ്മൾ അത് മെയിൻലി യൂസ് ചെയ്യാറ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാളി എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ ഈ ഹോം സിംബലും ഉണ്ട്. പക്ഷേ സോ ചില ടെർമിനൽസിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റില്ല. നമ്മൾ റിവേഴ്സ് ഷെല്ലിംഗ് എടുക്കുന്ന ടൈമിൽ എന്താ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ പ്രൈമറിലി ഇത് മാത്രം മനസ്സിലാക്കാൻ നമ്മൾ PWD എന്ന കമാൻഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണോ നമ്മുടെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്, നമ്മുടെ കറന്റ്ലി വർക്കിംഗ് ഡയറക്ടറി ഏതാണ് എന്ന് അറിയുന്നതിനാണ് PWD യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ട്രവേഴ്സൽ കമാൻഡ്സുകൾ പഠിക്കാം. സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്തേക്ക് പോവുക. അതായത് നമുക്ക് ഈ ഡൗൺലോഡ്സിന്റെ അകത്ത് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോൾഡറിലോട്ട് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി മാറ്റണം. സോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CD. CDയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ചേഞ്ചിങ് ഡയറക്ടറി എന്നാണ്. അതായത് നമ്മൾ നിൽക്കുന്ന ഡയറക്ടറിയിൽ നിന്ന് വേറെ അങ്ങോട്ടോ ചേഞ്ച് ചെയ്യുന്നു. സോ CD ഡൗൺലോഡ്സ്. ഇപ്പൊ നമ്മൾ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ഡയറക്ടറിക്ക് അകത്താണുള്ളത്. അതാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. സോ ഈ ഒരു സ്റ്റെപ്പ് കാണാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മെയിൻലി PWD എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഡയറക്ടറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കണം. ഇത് നമുക്ക് ഷെല്ലിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് mkdir എന്ന് പറയും, മേക്ക് ഡയറക്ടറി. സോ mkdir ഫയൽ നെയിം കൊടുക്കുക. ഞാനിപ്പോ ഇവിടെ വൾഷെൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ടാക്കി. സോ CD വൾഷെൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഡയറക്ടറിക്ക് അകത്തേക്ക് പോവാം. ഇനി ഇത് എങ്ങനെയാണ് ഇവിടെ GUIയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഡൗൺലോഡ്സിന്റെ അകത്ത് ഇപ്പോൾ എന്തുണ്ട്, വൾഷെൽ എന്ന് പറയുന്ന ഡയറക്ടർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഇത് ബേസിക്കലി മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, mkdir എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു. അത് വെച്ച് നമ്മൾ വൾഷെൽ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറി ഉണ്ടാക്കി. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ആ പറയുന്ന പർട്ടിക്കുലർ ഡയറക്ടറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ആക്സസ് ചെയ്തു. സോ ഇനി നമുക്ക് ഈ വൾഷെല്ലിന്റെ അകത്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടച്ച് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ടച്ച് എന്ന് പറയുന്ന കമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യും, അതായത് empty ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. സോ ഇനി നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഇവിടെ ടച്ച് script.py എന്ന് കൊടുക്കുകയാണ്. സോ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ LS അടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതിന്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കണം. സോ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് cat എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഈസി ടു ആക്സസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലെറ്റർ അടിച്ച് ടാബ് സ്പേസിന് ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ഇപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ല. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് എങ്ങനെ ഒരു കണ്ടന്റ് ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറ് നാനോ എന്ന് പറയുന്ന കമാൻഡ് ആണ്. സോ നാനോ script.py അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷെല്ല് ഓപ്പൺ ആയി വരും.
ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് ഒരു പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഇവിടെ Ctrl+X+Y കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റും. Ctrl+X+Y എന്റർ. നമുക്ക് ഇതിന്റെ നമ്മൾ റൈറ്റ് ചെയ്ത സാധനം ഇതിന്റെ അകത്ത് റൈറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കമാൻഡ് വീണ്ടും യൂസ് ചെയ്യാം. കണ്ടോ, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റ് എങ്ങനെ റൺ ചെയ്യാം എന്നുകൂടെ നോക്കാം. സോ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് chmod എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. അതിന്റെ അത് chmod+x. ഞാൻ പറഞ്ഞല്ലോ പെർമിഷന്റെ സമയം പറയുമ്പോൾ ഞാൻ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. കറന്റ് ഇത്രമാത്രം മനസ്സിലാക്കുക. ആദ്യമേ നമുക്കൊരു ഫയൽ ആയാലും ഒരു SH ഫയൽ ആയാലും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ പെർമിഷൻ എലവേറ്റ് ചെയ്യണം. സോ ഈ പെർമിഷൻ എക്സിക്യൂട്ടബിൾ പെർമിഷൻ എലവേറ്റ് ചെയ്യുന്ന കമാൻഡാണ് chmod+x എന്ന് പറയുന്ന എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസ് ആണ്. സോ ഇനി നമുക്ക് ഫയലിന്റെ പേര് കൊടുക്കാം script.py. ഇനി നമുക്ക് python3 script.py എന്ന് കൊടുക്കാം. സോ ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിസ്റ്റം കമാൻഡ്സ് പഠിക്കാം. സിസ്റ്റം കമാൻഡ്സ് മീൻസ് ഈ പറയുന്ന OSന്റെ ബേസ് ചെയ്തിട്ടുള്ള കമാൻഡ്സ് ആണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വന്നത് ഫസ്റ്റിലത്തെ കമാൻഡ് UMI ആണ്. UMI കറന്റ് യൂസർ ആരാണെന്ന് കാണിച്ചു തരും. ഇപ്പോ കറന്റ് യൂസർ എന്ന് പറയുന്ന കാളിയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് ഈ കാളി മെഷീനെ റൂട്ട് ഷെല്ലിലേക്ക് കൊണ്ടുപോവാണ്. അതിനായിട്ട് sudo su എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ റൂട്ട് ഷെല്ലിലുണ്ട്. cd എന്ന് പറയുന്ന കമാൻഡ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതത് യൂസറിന്റെ ഹോം ഫോൾഡറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവാനായിട്ട് പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് യൂസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് UMI കമാൻഡ് യൂസ് ചെയ്യാം. സോ റൂട്ട് ആണെന്ന് കണ്ടു. ദെൻ ഈ ഷെല്ലിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. സോ ഗൈസ്, നിങ്ങൾ ഇതുവരെ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ നോട്ട് പാഡോ എടുത്ത് വെക്കുക. ദെൻ അതിന്റെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ റൈറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്ത് വെക്കുക. കാര്യം ഈ കമാൻഡ്സ് എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് കമാൻഡ് ആണ് ഹോസ്റ്റ് നെയിം. ഹോസ്റ്റ് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാളി എന്ന് പറയുന്ന യൂസറാ. ദെൻ ഈ പാർട്ട് ഉണ്ടല്ലോ, ഈ കെ കഴിഞ്ഞ് വരുന്ന പാർട്ട്, ഇതാണ് ഹോസ്റ്റ് നെയിം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഈ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ നെയിം അറിയണമെങ്കിൽ uname-a എന്ന് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിനക്സ് കാളി മെഷീൻ ആണ്. ദെൻ -AMD64 വരുന്നതാണ്. 64 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒറ്റ കമാൻഡിൽ നിന്ന് കിട്ടും, uname-a-യിൽ നിന്ന്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അത് ജസ്റ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് കാണാനായിട്ട് പറ്റും. സോ ഇതൊക്കെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ സോക്ക് സൈഡിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അനലിസ്റ്റ് സൈഡ് യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഫയൽ മാനേജ്മെന്റ് പഠിക്കാം. ഫയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയൽ ഉണ്ടല്ലോ, ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെ ഈ ഒരു ഫയലിനെ കോപ്പി ചെയ്യാം. അതിനായിട്ട് cp ഫയൽ നെയിം കൊടുക്കുക. ദെൻ ഈ പറയുന്ന ഫയൽ നെയിമിനെ കോപ്പി ചെയ്യുമ്പോൾ വേറൊരു നെയിമിലോട്ടാണല്ലോ നമുക്ക് മാറ്റാനായിട്ടുള്ളത്. helloworld.py എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് മാറ്റാണ്. സോ എൻ്റർ അടിച്ചു. ദെൻ ls അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ helloworld.py കാണാനായിട്ട് പറ്റും, script.py കാണാനായിട്ട് പറ്റും. സോ cp കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഒരു ഫയലിനെ മൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. mv മീൻസ് മൂവ് script.py. ഓക്കെ, ഇതിനെ എനിക്ക് ഈ പറയുന്ന വൺ ഷെല്ലിന്റെ പുറത്തോട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ഡൗൺലോഡ്സ് ഫോൾഡറിലോട്ട് എനിക്ക് ഇതിനെ മൂവ് ചെയ്യണം. സോ അതിനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് // കൊടുത്ത് ഇതിനെ മൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ റൈറ്റ് ചെയ്യാം. ലൈക്ക് ഇങ്ങനെ ഹോം സിമ്പിൾ കൊടുക്കുക, / കൊടുത്ത് ടാബ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെന്ന് ചോദിക്കും ഓപ്ഷൻ. സോ ഡൗൺലോഡ് ചൂസ് ചെയ്ത് അങ്ങനെയും പോവാം. സോ നമുക്കിപ്പോൾ ഈ മെത്തേഡോടെ യൂസ് ചെയ്യാം. എൻ്റർ അടിച്ചു. നിങ്ങളുടെ ls അടിച്ചു കഴിഞ്ഞാൽ ഹലോ വേൾഡ് മാത്രമേ കാണുള്ളൂ. ദെൻ cd .. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് മുമ്പത്തെ ഫയലിലോട്ട് പോകാനായിട്ട് പറ്റും, ഡയറക്ടറിയിലോട്ട് പോകാനായിട്ട് പറ്റും. ദെൻ ls-ന്റെ അകത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും script.py ഇപ്പോൾ എവിടെ ഉണ്ട്, ഈ പറയുന്ന ഡൗൺലോഡ്സിന്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഇനി എനിക്ക് ഈ പറയുന്ന script.py-നെ റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് rm ആണ്. rm script.py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ റിമൂവ് ആയിക്കോളും. ls അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലിനെ അവിടെ കാണാനായിട്ട് പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഒരു ഡയറക്ടറി തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ കമാൻഡാണ് rm-rf, അതായത് റിമൂവ് റിക്കേഴ്സീവ് ഫോഴ്സ്ഫുള്ളി. ഒരു ഡയറക്ടറിക്കകത്ത് ഒരുപാട് ഫയൽസ് ആണല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യണം. അതാണ് റിക്കേഴ്സീവ് മീൻ ചെയ്യുന്നത്. ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയും. സോ നമുക്കിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വൺ ഷെൽ എന്ന് പറയുന്ന ഈ പറയുന്ന പർട്ടിക്കുലർ ഡയറക്ടറി നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യും. സോ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റില്ല. ഇനി എനിക്ക് ഇതിന്റെ അകത്ത് പൈ വരുന്ന ഫയൽസ് എല്ലാം കാണണം. ഓക്കെ, സോ അതിനാണ് ഞാൻ ഒരു പൈ ഫയലൂടെ ക്രിയേറ്റ് ചെയ്യാണ്. test.py എന്ന് കൊടുത്തു. സോ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന .py എക്സ്റ്റൻഷനിൽ വരുന്ന എല്ലാ ഫയൽസും എങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. -name എന്ന് പറയുന്ന ഒരു ടാഗ് യൂസ് ചെയ്യുക.
സോ ഇതാണ് നമ്മുടെ കമാൻഡ്. ഇതിന്റെ അകത്ത് ഈ സ്റ്റാർ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ .py എക്സ്റ്റൻഷനിലുള്ള അതിന് മുന്നേ എന്ത് തന്നെ വന്നാലും അതിനെല്ലാം ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. സോ എൻ്റർ അടിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം 2 ഫയൽസ് ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് കൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളതാണ് PS Ops, അതായത് പ്രോസസ്സുകളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇതെല്ലാം ഓരോരോ പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന കമാൻഡാണ് ടോപ്പ്. സോ വിൻഡോസിന്റെ അകത്ത് നിങ്ങൾ കൺട്രോൾ പാനലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന പോലെയുള്ള ഒരു സെറ്റപ്പ് ആണ്. നമ്മുടെ ലിനക്സിന്റെ അകത്ത് ഇതാണ് സാധനം. HTOP എന്ന് പറയുന്ന വേറെ സാധനമുണ്ട്, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്. സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. sudo apt install HTOP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ HTOP എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള UI കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് നെറ്റ്വർക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡ്സുകൾ നോക്കാം. സോ IP-A നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ IP അഡ്രസ്സും ബാക്കി ഓരോരോ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് പിങ് ആണ്. പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ICMP റിക്വസ്റ്റ് അയച്ച് നമുക്ക് ഇന്റർനെറ്റ് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. ഇവിടെ ഇപ്പോൾ ping.google.com എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറെ ICMP പാക്കറ്റ്സ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാനായിട്ട് വരും. ഇത് വേറെ ഒന്നുമില്ല, ഈ പറയുന്ന പർട്ടിക്കുലർ ഗൂഗിളിന്റെ IP അഡ്രസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ICMP പാക്കറ്റ്സ് അയച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻലി യൂസ് ചെയ്യാറ്. സൈബർ സെക്യൂരിറ്റി ആസ്പെക്ട് ചെയ്ത് വേറെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിനകത്ത് ഡീൽ ചെയ്യാം. സോ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് പിടിക്കാം. NSLOOKUP എന്ന് പറയും. സോ NSLOOKUP ഡൊമൈൻ നെയിം കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. ഒന്നെന്ന് പറയുന്നത് IPv6 അഡ്രസ് ആണ്, നെയിം ഗൂഗിൾ ആണ്, ഇതിന്റെ IP അഡ്രസ് വേറെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതിന്റെ സെർവറിന്റെ അഡ്രസ് ആണ് ഇത്. സോ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് വരുന്ന ഒരു കമാൻഡാണ് ഈ പറയുന്ന NSLOOKUP എന്ന് പറയുന്ന കമാൻഡ്. ഇനി നമുക്കൊരു 3 സൈബർ സെക്യൂരിറ്റി കമാൻഡ് കൂടെ ബേസിക് ആയിട്ട് പഠിക്കാം. ബാക്കി ഓരോ നമുക്ക് ടൂൾ യൂസ് ചെയ്യുമ്പോഴേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ കമാൻഡ് നെറ്റ്സ്റ്റാറ്റ് ആണ്. netstat-tulnp എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഏതൊക്കെ പ്രോസസ്സുകൾ ഇപ്പൊ റൺ ചെയ്യുന്നുണ്ടെന്ന് കാണാനായിട്ട് പറ്റും. ഇതിപ്പോ ഒന്നുകൂടെ ഒന്ന് ഇംപ്രസീവ് ആയിട്ട് കാണിച്ചു തരാനായിട്ട് സോ ഞാനിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു vulnerweb ഒരു .py ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇവിടെ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇത് പോർട്ട് 5000 റണ്ണിങ് ആണെന്ന് കാണിക്കുന്നു. സോ ഒരു പുതിയ ഷെൽ എടുക്കുക. netstat-tulnp എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ പ്രോസസ്സുകൾ ഏതൊക്കെ പോർട്ടിൻ്റെ അകത്ത് റൺ ആവുന്നു കാണാനായിട്ട് പറ്റും. എല്ലാ ലിനക്സിൻ്റെ അകത്ത് ഇത് കോമൺ ആണ്. സോ ബേസിക്കലി നിങ്ങളൊരു പെൻടെസ്റ്റർ ടൈമിൽ ഈ പറയുന്ന പോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോർട്സുകൾ കാണാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് netstat-tulnp എന്ന് പറയുന്ന പ്രോസസ്സ് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് കേൾ കമാൻഡ് പഠിക്കാം. കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഫെച്ച് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേൾ കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോ ഇവിടെ ഞാൻ തന്നെ ഹോസ്റ്റ് ചെയ്തൊരു സെർവർ ഉണ്ടല്ലോ ഇവിടെ, ലൈക്ക് ഞാൻ തന്നെ ഇവിടെ ഒരു ഡെവലപ്മെന്റ് സെർവർ ഹോസ്റ്റ് ചെയ്തേക്കാണ്. സോ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് കേൾ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ സ്ക്രിപ്റ്റും കാര്യങ്ങളും HTML ഫയൽ ഉൾപ്പെടെയാണ് വരുന്നത്. ഇതാണ് കേൾ കമാൻഡിന്റെ അകത്ത് ബേസിക്കലി മീൻ ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് ഒരു കമാൻഡ് കൂടി നോക്കാം. വോയിസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. വോയിസ് എന്ന് പറയുന്ന കമാൻഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഡൊമൈൻ രജിസ്ട്രാർ ഉണ്ടല്ലോ, അതായത് ഈ ഡൊമൈൻ ആരെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഞാൻ എൻ്റെ കോളേജിന്റെ നെയിമാണ് കൊടുക്കുന്നത്, due.in. സോ ഇവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഡൊമൈൻ നെയിം ഇവിടെ ഉണ്ട്. ദെൻ രജിസ്ട്രാറിന്റെ URL ഉണ്ട്. ERNET-ന്റെ അതാണ് ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. ഇന്ത്യയാണ് രജിസ്ട്രാർ ചെയ്തേക്കുന്നത്. രജിസ്ട്രാറിന്റെ ID ഉണ്ട്. ദെൻ ഓർഗനൈസേഷന്റെ പേരുണ്ട്, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ബാക്കി കുറെ കാര്യങ്ങൾ റിഡാക്ട് ചെയ്തേക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേറെ എക്സ്പോസ് ആവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ദെൻ രജിസ്റ്റർ കൺട്രി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഇതേപോലെ കുറെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന വോയിസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് കിട്ടും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കമാൻഡ് ആണ്. അഡ്വാൻസ് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓണർഷിപ്പ് ഒക്കെ കൂടുതലും കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാറ്. സോ ബേസിക്കലി ലിനക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന രീതിയിൽ ഇത്രയും തന്നെ മതിയാവും. നമുക്ക് ഇത്രയും കമാൻഡ്സ് തന്നെ ധാരാളമാണ്. സോ ഇനി നമ്മൾ മുന്നോട്ട് ഓരോ ടൂൾസ് പറയുന്ന ടൈമിൽ നമ്മൾ ലിനക്സിന്റെ അകത്ത് ട്രൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിരിക്കുക. ദെൻ ഇതെല്ലാം ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പം കുറച്ചും കൂടി ഒന്ന് എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈവൻ ദോ നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റിയോട് താല്പര്യമില്ലാത്ത ഫ്രണ്ട്സിന് പോലും ഒരു ലിനക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോമൺ ടു എവരി വൺ ആണ്. ഇപ്പൊ ഡെവലപ്മെന്റ് ഫീൽഡ് ആയാലും നിങ്ങൾക്ക് ലിനക്സ് ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. സോ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.